കടലെടുക്കുന്ന തലശ്ശേരി മട്ടാമ്പ്രം ഇന്ദിരാഗാന്ധി പാർക്കിന്റെ സംരക്ഷണ പ്രവൃത്തിക്ക് തുടക്കമായി. കടൽഭിത്തി പുനഃസ്ഥാപിക്കുന്ന പ്രവർത്തനങ്ങളാണ് ആദ്യഘട്ടത്തിൽ നടക്കുന്നത്. ഇറിഗേഷൻ വകുപ്പ് അനുവദിച്ച 25 ലക്ഷം രൂപ ഉപയോഗപ്പെടുത്തിയാണ് പ്രവൃത്തി. കടൽക്ഷോഭത്തെ തുടർന്നും കാലപ്പഴക്കത്താലും കടൽഭിത്തി തകർന്ന് നാശത്തിന്റെ വക്കിലായ തലശ്ശേരി മട്ടാമ്പ്രം ഇന്ദിരാ പാർക്ക് സംരക്ഷണ പ്രവൃത്തിക്ക് തുടക്കമായി. തകർന്ന കടൽഭിത്തി പുനഃസ്ഥാപിക്കുന്നതിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങളാണ് ആദ്യഘട്ടത്തിൽ നടക്കുന്നത്. തകർന്ന ഭാഗത്തും സമീപത്തും പുതിയ പാറക്കല്ലുകൾ നിക്ഷേപിച്ച് കടൽഭിത്തി പുനഃസ്ഥാപിക്കും. നിരവധി സഞ്ചാരികളെത്തുന്ന ഇവിടെ കടൽഭിത്തി തകർന്നതിനാൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന ഭാഗത്തെ മണൽ ഊർന്നിറങ്ങുകയും പാർക്കിന്റെ നിലനിൽപ്പ് പോലും അപകടാവസ്ഥയിലാവുകയും ചെയ്തിരുന്നു. നിരന്തരമായ ഇടപെടലിന്റെ ഭാഗമായാണ് കടൽഭിത്തി പുനഃസ്ഥാപിക്കാൻ നടപടി ഉണ്ടായതെന്ന് വാർഡ് കൌൺസിലർ ഫൈസൽ പുനത്തിൽ പറഞ്ഞു. നിരവധി തവണ നഗരസഭയിലും അതുമായി ബന്ധപ്പെട്ട മറ്റ് ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകളിലും ഈ പ്രയാസം അവതരിപ്പിച്ചെങ്കിലും ഇതുവരെ അതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടായിട്ടില്ല. പക്ഷേ കഴിഞ്ഞ 2023 അവസാന ഘട്ടം നമ്മുടെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥന്മാർ പാർക്ക് വരികയും സന്ദർശിക്കുകയും അതുമായി ബന്ധപ്പെട്ട് നിരന്തരം അവരുമായി സംവദിക്കുകയും ഈ പ്രയാസം അവർക്ക് രേഖാമൂലം അവതരിപ്പിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കൊരു 25 ലക്ഷം രൂപയുടെ ആദ്യപടി കല്ല് ഡംപിംഗ് എന്നുള്ളൊരു സംവിധാനം താൽക്കാലികമായി പാർക്കിനെ സംരക്ഷിച്ച് നിർത്തുക എന്നുള്ള ഒരു ആദ്യ ഘടു എന്നുള്ള രീതിയിൽ നമുക്കൊരു 25 ലക്ഷം രൂപയുടെ കല്ല് ഇവിടെ പാസ്സായിട്ടുണ്ട് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ. അതെന്തായാലും ശനിയാഴ്ചയോ നാളെയോ അല്ലെങ്കിൽ തിങ്കളാഴ്ചയോ ആ കല്ല് ഡംപിംഗ് ആദ്യപടി ഈ പറയപ്പെടുന്ന പാർക്കിനെ സംരക്ഷിക്കുക എന്നുള്ള ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടി കല്ല് ഡംപിംഗ് നടക്കുകയാണ്. ഭിത്തി നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞാൽ ഉടൻ പാർക്കിന്റെ നവീകരണ പ്രവൃത്തിയും ആരംഭിക്കും. ന്യൂസ് ബ്യൂറോ, തലശ്ശേരി.